അതായത് ജമ്പ് ചെയ്യുമ്പോൾ ഒന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ചാടുമെന്ന് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. റെഡിയാ? ഇത് കേൾക്കുന്നുണ്ട് ശരി? ഓക്കെ. എനിക്കൊരു എന്റെ മുഖത്തിന്റെ ഭംഗി കാരണം പറയാതെ ഇങ്ങനെ പിടിക്കാറില്ല, ഇങ്ങനെ പിടിക്കുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, റെഡി? നോക്കാം. റെഡി നോക്കാം. ക്ഷമിക്കണോ? എല്ലാവരും കൂടെ ചാടി ക്ഷമിക്കണം. റെഡി? നോക്കാം. റെഡി? ജെബിൻ പറയുന്നില്ല, ചെറിയ ചാട്ടം പറ്റില്ല, പൊടിക്കുന്നു വേണ്ട, ഒരു ചെറിയ ചാട്ടം പക്ഷെ പറ്റിച്ചു. റെഡി? നോക്കാം. ജെബിൻ ഇതൊക്കെ ഇത്രയ്ക്ക് 1.5 മണിക്കൂർ സംസാരിച്ചു കണ്ടില്ലേ? 24 ശതമാനം ഒരുമിച്ചിരിക്കണം. ഞാൻ ശരി, രാവിലെ കാര്യം എന്റെ കുഴപ്പമില്ല. ഇതന്നെ ഏറ്റവും വലിയ സായാണ് നോക്കി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പറയുന്ന മലയാളി. ആയ നോക്കി പറഞ്ഞോ, ഇതാണ് നമ്മുടെ കണക്ക് നോക്കി ഫേസ്ബുക്കിൽ കൊണ്ടാത്ത ഇവിടെ നോക്കുന്നത്. ഒന്ന് നോക്കാം, അങ്ങോട്ട് നോക്കാം. റെഡിയാ? സ്പേസ് കുറവുള്ളൂ എനിക്കറിയാം. ഓക്കെ, സ്പേസ് കുറവില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടെ ചെയ്യോടെ. ചെറിയ ചാട്ടം മതി, പക്ഷെ എല്ലാവരും ചാടുമ്പോൾ ഒരു ശ്രദ്ധയ്ക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹസ്ബൻഡ് കിട്ടില്ലേ, അവരെന്ത് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ കിട്ടില്ലല്ലേ, എല്ലാവരും ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ കിട്ടുമ്പോൾ അപ്പുറത്തെ ആളുകളുണ്ടെങ്കിൽ അവരുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് നമുക്ക് കയ്യിൽ മെസ്സേജ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് സിൻക്രണൈസ് ആവും. എവിടെ? കാരണം ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്ക് വളരാനും പറ്റില്ല. ക്ലിയർ അല്ലേ? നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും കൊടുക്കണം അല്ലെ? ഓരോ ദിവസം ഇതുവരെയ്ക്ക് നമ്മൾ എത്ര പേര് ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഇതുവരെയ്ക്ക്. സോ അല്ലേ, ഡിപ്പെൻഡ് ചെയ്ത് 12 മണി കഴിയും അല്ലേ? ഇതുവരെയ്ക്ക് നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഡിപ്പെൻഡ് ചെയ്ത് ട്രെയിനാവട്ടെ, ബസ്സാവട്ടെ, ഓട്ടോ ഡ്രൈവറാകട്ടെ, പല ആളുകൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത്രയും ഡിപ്പെൻഡൻസി ഉള്ള നമ്മള് ഇതിൽ ഒരു കാരണവശാലും തനിച്ചു കൊണ്ടുപോകാൻ നമ്മളെപ്പോഴും ഡിപ്പെൻഡഡ് ആണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ആ ഇത് കമ്പനിയുടെ മാനേജ്മെന്റ് ബന്ധവും എല്ലാവരും കൂടെ ഒരു പേരിക്ക് അലൈൻ ചെയ്താണ് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ വരുന്നത്. അത് ഞാൻ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഒരു ഇങ്ങനെയാണ് ഞാൻ പറയാം, ഒരു വീട് വയ്ക്കുമ്പോഴേ അതിന് ചുറ്റും കുഴിച്ചതുകൊണ്ട് വെള്ളം ഉണ്ടാകുന്നുള്ളതല്ല. ഏതെങ്കിലും ഒരു കുഴിയിനകത്ത് ഡീപ്പ് ശരിയല്ലേ? ചുറ്റും കിണറെടുത്തുകൊണ്ട് വെള്ളം ഉണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും ഒരു കുഴിക്കകത്ത് അവിടെ ഹാർഡ് റോക്ക് വരികയാണെങ്കിൽ അതിനെ കുഴിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അവിടെ വെള്ളം ഉറപ്പായിട്ടുണ്ട്.